Assalamualaikum, welcome back to Fella My World. ഇന്ന് നമ്മളൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവക്കാഡോ ഗ്രീൻ ചിക്കൻ ഫ്രൈ. പേര് പോലെ നമ്മൾ അവക്കാഡൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിടി മല്ലിയിലയും പുതിനയിലയാണ്, പിന്നെ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് അവക്കാഡാണ്. നല്ല പഴുത്തതല്ല, കുറച്ച് പഴുപ്പ് കുറഞ്ഞത്, അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 കഷ്ണം കുക്കുംബർ. അപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈര്, നല്ല കട്ടിയുള്ള തൈര്, ഉപ്പ്, ഗരം മസാല, പെരുംജീരകം, പെരുംജീരകം 1/4 ടീസ്പൂൺ കേട്ടോ, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം, വെള്ളം കൂട്ടാതെ അരച്ചെടുക്കുക. ഇനി ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാനിതിവിടെ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വരഞ്ഞ് വെച്ച ചിക്കനാണിത്, കുറച്ച് വലുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ അരപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നല്ല കട്ടിയിൽ, നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അരയുന്നില്ലെങ്കിൽ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സോളം വെച്ചാൽ മതിയാവും. ഒരു ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ്സ് 30 മിനിറ്റ്സോളം വെച്ചാൽ മതിയാവും. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാന് വെക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യാൻ പോകുന്നത്, ഒന്ന് ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എരിവ് നല്ല ഇഷ്ടമാണ്, അപ്പോൾ എരിവ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സൈഡായി വന്നിട്ടുണ്ട്, നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള അരപ്പും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഗ്രീൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.